മിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ നൽകുന്ന ഏറ്റവും പുതിയ കൽപ്പനയാകുന്നു നിങ്ങൾ പരസ്നേഹത്തിൽ വളരുക എന്നുള്ളത്. കാരണം ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് അത് സ്നേഹബന്ധമാണ്. നമ്മൾ പലപ്പോഴുമായിട്ട് പറയാറുള്ള ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധമാണ്. എന്നാൽ ഇന്നുകളിലെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രക്തബന്ധത്തിൽ പോലും വലിയ വിള്ളലുള്ള കാലഘട്ടത്തിലൂടെയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പെറ്റമ്മ പോലും തൻ്റെ കൈക്കുഞ്ഞിനെ വലിച്ചെറിയുന്നു. അപ്പോൾ ഈ രക്തബന്ധത്തെ ഏറ്റവും വലിയ ബന്ധമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. മറിച്ചോ ഈ രക്തബന്ധത്തിലും സ്നേഹമില്ലെങ്കിൽ അത് ഏറ്റവും മഹത്തായിട്ടുള്ള സ്നേഹബന്ധമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഏറ്റവും മഹത്തായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അതിൽ സ്നേഹം ഏറ്റവും ആവശ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇനി യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ സ്നേഹബന്ധത്തിലൂടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടത് എന്ന്. അതിന് സാധീകരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായം അതിന്റെ 46 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിന്റെ അടുത്ത് വന്ന് ഒരു വ്യക്തി പറയുകയാണ്, നിന്നെ കാണുവാനായിട്ട് നിന്റെ അമ്മയും സഹോദരങ്ങളും പുറത്ത് നിൽപ്പുണ്ട് എന്ന്. അപ്പോൾ യേശുനാഥൻ തന്റെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? പിതാവായ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന്. അതായത് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവപിതാവിന്റെ കൽപ്പനകള് ആ സ്നേഹമാകുന്ന തന്റെ ഏക പുത്രനെ ലോകത്തിന് നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ കൽപ്പന, അതായത് സ്നേഹത്തിന്റെ കൽപ്പന ആരൊക്കെയാണോ നിറവേറ്റുന്നത് അവരാണ് എൻ്റെ കുടുംബാംഗങ്ങള്, എൻ്റെ ആത്മീയമായിട്ടുള്ള കുടുംബാംഗങ്ങള്, എൻ്റെ സ്വർഗത്തിലായിരിക്കുവാനായിട്ട് യോഗ്യതരായിരിക്കുന്ന കുടുംബാംഗങ്ങള്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ഏറ്റവും മഹത്തായ സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് നമ്മളോട് കൽപ്പിച്ചതനുസരിച്ച് പരസ്നേഹത്തിന്റെ കൽപ്പനയിലൂടെ മുന്നോട്ടുള്ള ജീവിതകാലം മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.